നിങ്ങളുടെ ജീവിതം ഒരു കുഴഞ്ഞുമറിഞ്ഞ നൂല് പോലെയാണോ? നമസ്കാരം, പോസിറ്റീവ് വിസിറ്റ് സക്സസ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജീവിതം ചിലപ്പോഴൊക്കെ ഒരു വലിയ ചിലന്തിവല പോലെ കുഴഞ്ഞുമറിഞ്ഞതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊന്ന്, ഒരു സങ്കടം മാറുമ്പോൾ അടുത്തത്. ദൈവമേ, എന്തിനാണ് എന്റെ ജീവിതം ഇങ്ങനെ അലങ്കോലമാക്കി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കരഞ്ഞു ചോദിച്ചിട്ടുണ്ടോ? എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കറുത്ത നൂലുകൾക്കും പിന്നിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് ഒരു ചെറിയ നെയ്ത്തുകാരന്റെ അടുത്തേക്ക് പോകാം. പണ്ട് മനോഹരമായ പരവതാനികൾ നെയ്യുന്ന ഒരു വൃദ്ധനായ നെയ്ത്തുകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ ചെന്നു. ആ നെയ്ത്തുകാരൻ തന്റെ തറിയിൽ ഇരുന്ന് വളരെ കഷ്ടപ്പെട്ട് ഒരു പരവതാനി നെയ്യുകയാണ്. ആ ചെറുപ്പക്കാരൻ നെയ്ത്തുകാരന്റെ കാൽച്ചുവട്ടിൽ ഇരുന്നു മുകളിലേക്ക് നോക്കി. അവിടെ അവൻ കണ്ടത് വളരെ വിചിത്രമായ ഒരു കാഴ്ചയായിരുന്നു. നൂലുകളെല്ലാം കുഴഞ്ഞുമറിഞ്ഞു കിടക്കുന്നു. ചിലയിടത്ത് നൂലുകൾ മുറിഞ്ഞു പോയിരിക്കുന്നു, ചിലയിടത്ത് കറുത്ത നൂലുകൾ മാത്രം, മറുഭാഗത്ത് ഒന്നിനും ഒരു ക്രമവുമില്ലാതെ പല നിറത്തിലുള്ള നൂലുകൾ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ആ ചെറുപ്പക്കാരൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, മുത്തശ്ശ, അങ്ങ് എന്തിനാണ് ഇത്രയും കുഴഞ്ഞുമറിഞ്ഞ ഒരു സാധനം ഉണ്ടാക്കാൻ ഇത്രയധികം സമയം കളയുന്നത്? ഇതിന് ഒരു ഭംഗിയുമില്ലല്ലോ, ഇതിൽ ഒരു ക്രമവുമില്ല, എല്ലാം വെറും താറുമാറായി കിടക്കുകയാണല്ലോ. ആ വൃദ്ധൻ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, മകനെ, നീ ഇപ്പോൾ നോക്കുന്നത് ഈ പരവതാനിയുടെ അടിഭാഗത്തേക്കാണ്. അതുകൊണ്ടാണ് നിനക്ക് നൂലുകൾ കുഴഞ്ഞുമറിഞ്ഞതായി തോന്നുന്നത്. അല്പം കൂടി കാത്തിരിക്കൂ, ഇത് പൂർത്തിയായി കഴിയുമ്പോൾ ഞാൻ നിനക്ക് ഇതിന്റെ മറുഭാഗം കാണിച്ചുതരാം. അപ്പോൾ നിനക്ക് മനസ്സിലാകും ഈ ഓരോ കെട്ടുകൾക്കും ഈ ഓരോ കറുത്ത നൂലുകൾക്കും പിന്നിലുള്ള അർത്ഥം. അല്പസമയം കഴിഞ്ഞ് ആ നെയ്ത്തുകാരൻ ആ പരവതാനി തറിയിൽ നിന്നും മാറ്റിമറിച്ചിട്ടു. ആ ചെറുപ്പക്കാരൻ അത്ഭുതപ്പെട്ടുപോയി. അവൻ താഴെ കണ്ട ആ കുഴഞ്ഞുമറിഞ്ഞ നൂലുകളല്ല ഇപ്പോൾ മുകളിൽ കാണുന്നത്. പകരം ഒരു മനോഹരമായ പൂന്തോട്ടവും അതിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ അരുവിയും സൂര്യപ്രകാശവും എല്ലാം ചേർന്ന അതിമനോഹരമായ ഒരു ചിത്രം ആ പരവതാനിയിൽ വിരിഞ്ഞിരിക്കുന്നു. അവൻ താഴെ കണ്ട ആ കറുത്ത നൂലുകളായിരുന്നു പൂക്കളുടെ നിഴലായി മാറിയത്. അവൻ കണ്ട ആ മുറിഞ്ഞ നൂലുകളായിരുന്നു പൂന്തോട്ടത്തിലെ മനോഹരമായ ചെറിയ പൂക്കളായി മാറിയത്. അവൻ താഴെ കണ്ട ആ കെട്ടുകളായിരുന്നു ആ ചിത്രത്തിന് ഉറപ്പും ഭംഗിയും നൽകിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. നാം ഇപ്പോൾ നോക്കുന്നത് ജീവിതത്തിന്റെ അടിഭാഗത്തേക്കാണ്. അതുകൊണ്ടാണ് നാം കാണുന്ന ഓരോ കാര്യവും അർത്ഥശൂന്യമാണെന്നും കുഴഞ്ഞുമറിഞ്ഞതാണെന്നും നമുക്ക് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ, നഷ്ടങ്ങൾ, അപമാനങ്ങൾ ഇതൊക്കെ നാം കാണുന്ന കറുത്ത നൂലുകളാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തെ നെയ്യുന്നത് പ്രപഞ്ചത്തിന്റെ നാഥനായ ദൈവമാണ്. അവൻ തന്റെ സിംഹാസനത്തിലിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മുകൾ ഭാഗം നോക്കിയാണ് നെയ്യുന്നത്. അവൻ നമ്മെക്കുറിച്ച് കാണുന്ന ചിത്രം വളരെ മനോഹരമാണ്. അവൻ പറയുന്നു, നിങ്ങളെക്കുറിച്ചു എനിക്കുള്ള പദ്ധതികൾ തിന്മക്കുള്ളതല്ല, നന്മക്കുള്ളതാണ്. നിങ്ങൾക്ക് ശുഭമായ ഒരു ഭാവിയും പ്രത്യാശയും നൽകാനുള്ള പദ്ധതികളാണ് എനിക്കുള്ളത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തപ്പോൾ നാം കരുതും ദൈവം നമ്മെ മറന്നുപോയെന്ന്. എന്നാൽ ആ നെയ്ത്തുകാരൻ ഓരോ നൂലും കൃത്യമായി കോർക്കുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവം നിയന്ത്രിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ തുള്ളികൾ വെറുതെ പോകുന്നില്ല. പഴയ നിയമത്തിലെ യാക്കോബിന്റെ ജീവിതം ഓർക്കുക. തന്റെ മകനായ യോസഫിനെ ഒരു വന്യമൃഗം പിടിച്ചു എന്ന് വിശ്വസിച്ചു അദ്ദേഹം വർഷങ്ങളോളം കരഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതം ആ കറുത്ത നൂലുകൾ പോലെ ഇരുട്ടിലായിരുന്നു. എന്നാൽ മറുവശത്ത് ദൈവം ഒരു വലിയ ചിത്രം നെയ്യുകയായിരുന്നു. 19 വർഷങ്ങൾക്ക് ശേഷം യോസഫിനെ ഈജിപ്തിലെ രാജാവായി കണ്ടപ്പോൾ മാത്രമാണ് യാക്കോബിന് തന്റെ ജീവിതത്തിലെ ആ സങ്കടങ്ങളുടെ അർത്ഥം മനസ്സിലായത്. തന്റെ കുടുംബത്തെ മുഴുവൻ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ദൈവം ആ കഷ്ടപ്പാടുകൾ തന്റെ ജീവിതത്തിൽ നൽകിയതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്ന് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണോ കടന്നുപോകുന്നത്? അല്ലെങ്കിൽ മക്കളുടെ ഭാവി ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടുകയാണോ? നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ പരാജയങ്ങൾ മാത്രം കാണുമ്പോൾ നിങ്ങൾ നിരാശനാണോ? ഓർക്കുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മറുഭാഗം നെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വേദനകൾ നാളെ വിരിയുന്ന മനോഹരമായ ചിത്രത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിലെ കറുത്ത നൂലുകളെയും വെളുത്ത നൂലുകളെയും ഒരുപോലെ ഉപയോഗിക്കാൻ ദൈവത്തിന് അറിയാം. നാം സഹിക്കുന്ന ഓരോ വേദനയും നമ്മുടെ സ്വഭാവത്തെ പാകപ്പെടുത്താനാണ്. നാം അനുഭവിക്കുന്ന ഓരോ കുറവുകളും നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാനാണ്. ക്രിസ്തീയ ജീവിതം എന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽ പൂർണ്ണമായി വിശ്വസിക്കലാണ്. നാം കാണുന്ന സാഹചര്യങ്ങളല്ല സത്യം, മറിച്ച് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനങ്ങളാണ് സത്യം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ജന്മനാട് വിട്ട് ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് പോകുക. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അബ്രഹാമിന് അറിയില്ലായിരുന്നു. പക്ഷേ അവനെ നെയ്യുന്നത് ദൈവമാണെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ വിശ്വസിച്ചു. ഇന്ന് നിങ്ങളും ആ വിശ്വാസം കൈവിടരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ കഠിനമായ കാലഘട്ടം അധികകാലം നീണ്ടുനിൽക്കില്ല. ഈ പരവതാനി പൂർത്തിയാകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തെ എല്ലാവരുടെയും മുന്നിൽ മറിച്ചിട്ട് കാണിക്കും. അന്ന് ലോകം മുഴുവൻ അത്ഭുതപ്പെടും, നിങ്ങളും സന്തോഷിക്കും. കാരണം അന്ന് നിങ്ങൾ കാണുന്നത് നിങ്ങൾ സഹിച്ച വേദനകളല്ല, മറിച്ച് ആ വേദനകൾ കൊണ്ട് ദൈവം തീർത്ത അത്ഭുതങ്ങളാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും ഒരു സവിശേഷ ലക്ഷ്യത്തോടെയാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. പോസിറ്റീവ് വിസിറ്റ് സക്സസ് ചാനലിലൂടെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ തകർച്ചകളെ വിജയങ്ങളാക്കാൻ ദൈവത്തിന് സാധിക്കും.
സങ്കീർത്തനം 139 ഇൽ പറയുന്നതുപോലെ നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുൻപേ ദൈവം നമ്മെ കണ്ടുകഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും അവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ അത്ഭുതത്തിനായി കാത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ആശ്വാസമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഇത് പങ്കുവെക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ കരുത്തോടെ, കൂടുതൽ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.